സ്പാനിഷ് ഫുട്ബോളിന്റെ സുവർണകാലം വീണ്ടെടുത്ത ഒരു തന്ത്രജ്ഞന്റെ ചരിത്രക്കുതിപ്പ്. വിമർശകരുടെ ചോദ്യങ്ങൾക്ക് മൈതാനത്ത് കളി മികവ് കൊണ്ട് മറുപടി നൽകിയ ഒരു അസാധാരണ പരിശീലകന്റെ വിജയഗാഥയെക്കുറിച്ച് അറിയാം. വലിയ പേരുകൾക്ക് പിന്നാലെ ഫുട്ബോൾ ലോകം പായുമ്പോൾ നിശബ്ദനായി വന്ന ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ജീനിയസാണ് സ്പെയിനിന്റെ പരിശീലകൻ ലൂയിസ് ഡി ലാ ഫുവെന്റെ കാസ്റ്റിലോ. 2022 ലൂയിസ് എൻറിക്കയ്ക്ക് ശേഷം വലിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച പരിചയസമ്പത്തില്ലാത്ത ഇദ്ദേഹം ചുമതലയേറ്റപ്പോൾ പലരും സംശയിച്ചിരുന്നു. എന്നാൽ ഇന്ന് തുടർച്ചയായ 38 ഔദ്യോഗിക മത്സരങ്ങളിൽ തോൽവിയറിയാതെ 4 ടൂർണമെന്റുകളും 4 ഫൈനലുകളും പിന്നിട്ട സ്പെയിനിനെ നയിക്കുന്ന ലാ ഫുവെന്റയ്ക്ക് മുന്നിൽ ഫുട്ബോൾ ലോകം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. 2013 മുതൽ ഒരു ദശകത്തോളം സ്പെയിനിന്റെ യുവതലമുറയെ വാർത്തെടുത്തത് ഇദ്ദേഹമാണ്. 2015 U19 യൂറോപ്യൻ കിരീടം, 2019 U21 യൂറോപ്യൻ കിരീടം, 2020 ഒളിമ്പിക്സ് വെള്ളി മെഡൽ എന്നിവ ലാ ഫുവെന്റയുടെ കീഴിൽ സ്പെയിൻ നേടി. ഇന്ന് സീനിയർ ടീമിൽ തിളങ്ങുന്ന റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ, ഓയസബാൽ, ഉനായ് സിമോൺ എന്നിവരെല്ലാം അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വളർന്നവരാണ്. പലപ്പോഴും ലക്ഷ്യമില്ലാത്ത വെറും പൊസിഷൻ മാത്രമായി ചുരുങ്ങിപ്പോയ സ്പെയിനിന്റെ പാരമ്പര്യ ടിക്കി-ടാക്ക ശൈലിയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ കളിക്ക് വേഗത കൂട്ടാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഈ തന്ത്രത്തിലൂടെ ക്രൊയേഷ്യയെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തി 2023 നേഷൻസ് ലീഗും ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട് എന്നീ വമ്പന്മാരെ തകർത്ത് 2024 യൂറോ കപ്പും സ്പെയിൻ സ്വന്തമാക്കി. 2025 നേഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴിതാ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിലും സ്പെയിൻ പ്രവേശിച്ചിരിക്കുന്നു. വിസന്റെ ഡെൽ ബോസ്കോയുടെ സുവർണ തലമുറയ്ക്ക് ശേഷം സ്പെയിൻ ഫുട്ബോൾ കാണുന്ന ഏറ്റവും മികച്ച കാലഘട്ടമാണിത്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ കുതിപ്പ് സ്പെയിനിനെ വീണ്ടും ഒരു ലോക കിരീടത്തിൽ എത്തിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.